സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മസാല ബോണ്ടയാണ്. പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന മസാല ബോണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും, പുറം ഭാഗം ക്രിസ്പിയും അകഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. മസാല ബോണ്ടയ്ക്ക് ആവശ്യമായ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഉടച്ചെടുക്കാം. ഒത്തിരി ഉടഞ്ഞു പോകാതെ ചെറിയ തരികളായിട്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. കിഴങ്ങ് ഒത്തിരി പൊടിഞ്ഞു പോകാതെ ചെറിയ തരികളായിട്ട് കിടക്കുന്ന മസാല ബോണ്ട കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2 ടീസ്പൂൺ മൈദപ്പൊടിയും 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മസാല ബോണ്ട ക്രിസ്പി ആയിട്ടിരിക്കാനാണ്. ഇനി ഈ പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം മുഴുവനും കൂടി ഒഴിച്ചു കൊടുക്കാതെ പല വട്ടമായിട്ട് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം. കാരണം വെള്ളം കൂടിപ്പോയാൽ മസാല ബാറ്ററിൽ മുക്കി പൊരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് കലക്കിയെടുക്കണം. ഈ രീതിയിലായിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചും കൂടി കുറുകിയിരിക്കുന്ന രീതിയിൽ. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം മൂത്ത് വരണ്ട, ഒന്ന് കളറ് മാറി വെന്ത് കിട്ടിയാൽ മതി. സവോള ഇതുപോലെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്താണ് വഴറ്റിയത്. ഇനി കിഴങ്ങിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് കിഴങ്ങും മസാലയും എല്ലാം നല്ലവണ്ണം തവി കൊണ്ട് മിക്സാക്കി എടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് കിഴങ്ങ് കിടപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് തവി കൊണ്ട് ഉടച്ചു കൊടുക്കണം. മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിൽ നിന്നും ഓരോ ചെറിയ ഉരുളകൾ എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാ ബോളും ഷേപ്പാക്കിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വറക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ബോളെ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബോണ്ട ഒരു വശം വെന്ത് വന്നിരിക്കും. ഈ സമയത്ത് ബോണ്ട തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ബോണ്ട നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഉൾവശമെല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് പുറംഭാഗം മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഈ രീതിയിൽ കളറ് മാറി ബോണ്ട മൂത്ത് കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോണ്ട എല്ലാം ഇതുപോലെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഈ മസാല ബോണ്ട നിങ്ങളും തയ്യാറാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.